2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ദൂരയാത്ര കൊണ്ടുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം മാറിക്കിട്ടുന്നു. ചിലർക്ക് ദൂരയാത്ര ചെയ്താൽ വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കാലാവസ്ഥ വ്യത്യാസം മൂലമോ അല്ലാതെയോ. ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. മനോദുഃഖങ്ങൾ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിൽ മനസ്സ് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനുള്ള കാലതാമസം മാറിക്കിട്ടുന്നു. ശത്രുക്കളെയും കേസുകളെയൊക്കെ ജയിക്കാൻ സാധിക്കുന്നു. കേസുകൾ ഉണ്ടെങ്കിൽ എല്ലാം ജയിക്കാൻ സാധിക്കുന്നു. അതുപോലെ കടക്കണിയിൽ നിന്ന് കുറച്ചെങ്കിലും മോചനം നേടാൻ സാധിക്കുന്നു. ഒരു വിധപ്പെട്ട രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു. ജീവിതത്തിൽ ആകെ ഒരു പുരോഗതി കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പല വഴികളിലൂടെയും നല്ല മാർഗത്തിൽ ധനം വരുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അത് ശ്രമിച്ചാൽ ധനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചിലർക്ക് അടുത്ത മാസം വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നു. ശുഭകർമ്മങ്ങൾ ഫലിക്കുന്ന ഒരു കാലമാണ്. അതിനാൽ ദാനകർമാദികൾ, പൂജകൾ എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതാകുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ പല രീതിയിലും സാമ്പത്തിക നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരാജയങ്ങൾ ഉണ്ടാകാം. ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അത് ചിലർക്കാണ്. ഉറ്റ ബന്ധുവിന്റെ വിയോഗം കാണുന്നുണ്ട്. അതുപോലെ വിദേശ ജീവിതം, ചിലർക്ക് വിദേശ ജീവിതമാണ് ഈ സമയം കാണുന്നത്. തെറ്റുകൾ ചെയ്യാനുള്ള കഴിവുകൾ, ഉൾപ്രേരണ ഉണ്ടായാലും അത് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശം ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ബാല്യകാലം ചിലർക്ക് അത്ര ഒരു സുഖകരമായി തോന്നുന്നില്ല. ചിലർക്ക് നല്ലതായിരിക്കുന്നു. രോഗങ്ങളും കഷ്ടപ്പാടുകളും വരുന്നതിനൊരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു വീട് ലഭ്യമാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വീടല്ലെങ്കിൽ കുറച്ച് ഭൂമി ലഭ്യമാകുന്നതായിട്ടും കാണുന്നുണ്ട്. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും ലഭിച്ചേക്കാം. ചിലർക്ക് ഈ പ്രൈമറി കോംപ്ലക്സ് എന്ന് പറയുന്ന, ഇത് ബാലക്ഷയം എന്ന് പറയുന്ന രോഗം ചില കുട്ടികൾക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് കരപ്പൻ ചിരങ്ങ് പോലുള്ളവ വന്നേക്കാം. എങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് സാധിക്കുന്നു. അത് യാതൊരു തടസ്സങ്ങളും കാണുന്നില്ല. ആസ്മ, ശ്വാസം മുട്ടൽ വരുന്നതിനും ചില കുട്ടികൾക്ക് സാധ്യത കാണുന്നുണ്ട്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല കാലമാകുന്നു. രോഗങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. 10 വയസ്സ് കഴിയുന്നതോടെ രോഗങ്ങൾ മാറി ആരോഗ്യം തൃപ്തികരമായിട്ടാണ് വരുന്നത്. വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു. കുടുംബത്തിൽ ഒരു വാഹനം ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാം. ഫുഡ് പോയിസൺ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വില കൂടിയ വളർത്തു മൃഗങ്ങളെ സ്വന്തമാക്കുന്നതിനും ചിലർക്ക് ഈ സമയം യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാം ക്രമേണയായിട്ട്. സർക്കാരിൽ നിന്നോ മറ്റു അധികാര സ്ഥാപനങ്ങളിൽ നിന്നോ ആനുകൂല്യങ്ങളും സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത ഈ 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചതിയും വഞ്ചനയും കളവ് എന്നിവ പെടുത്തി നിങ്ങളെ തെറ്റായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാല് വൈദ്യസഹായം, അത് ചെറിയ അസുഖങ്ങളാണെങ്കിലും വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് കൂടേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനുമുള്ള ഭാഗ്യം ഈ യോഗത്തിൽ കാണുന്നുണ്ട്. 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. ചില സമയങ്ങളിൽ ചില സാമ്പത്തിക ക്ലേശം വന്നേക്കാം. ചിലർ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് തൊഴിൽ പ്രവേശിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ തൊഴിൽ ലഭിച്ചേക്കാം. മറ്റു ചിലർക്ക് സ്കോളർഷിപ്പ് പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ ലഭിക്കുകയും അവര് നല്ല രീതിയിൽ വിദേശത്ത് പോയി പഠിച്ച് അവർക്ക് നല്ല തസ്തികകളിൽ ജോലി ചെയ്യാനും ചിലർക്ക് ഭാഗ്യം കാണുന്നു. അതുപോലെ ഇവിടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് നല്ല രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത ധാരാളമുണ്ട്. തൊഴിൽ പുറത്തുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്.
വിഷവസ്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് തൊഴിൽ ലഭിക്കുകയാൽ വിദേശത്ത് പോയി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്നതിനും ചിലർക്ക് യോഗം കാണുന്നുണ്ട്. സാമ്പത്തികം ഒരുവിധം ഭേദപ്പെട്ട ഒരു കാലമാണ്. വിവാഹം കഴിക്കുന്നതിനും സന്താനം ജനിക്കുന്നതിനുമുള്ള ഭാഗ്യങ്ങൾ കാണുന്നുണ്ട്. 40 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് നല്ല പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മിക്കാനും വീട് വാങ്ങാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. മദ്യപാനത്തിനും മറ്റു ലഹരി മരുന്നുകൾക്കും അടിമയാകാതിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജീവിതം അതോടുകൂടി നശിച്ചു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. തറവാട്ടിലെ പിതൃതുല്യരായ ഒരാൾക്ക് ദേഹവിയോഗം വരുന്നതും കാണുന്നുണ്ട്. ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്ന ഒരു കാലമാണ്. കുടുംബത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. കാർഷിക മേഖലയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. നന്മയുള്ള കൃഷിഭൂമി ഇവർക്ക് സ്വന്തമാക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപം നടത്താനും സമ്പാദിക്കാനും ഇവർക്ക് നല്ല സാധ്യതയുണ്ട്. നല്ല നല്ല നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കാനുള്ള ഭാഗ്യമുണ്ട്. 56 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. ഇണയുടെ മരണം ചിലർക്ക് സംഭവിക്കാം. ഒരിക്കലും സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി ഒരിക്കലും ഒരു കൂട്ടുകെട്ട് കൂടരുത്. സ്വഭവനത്തിൽ നിന്നോ സ്വദേശത്തു നിന്നോ മാറി താമസിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയം സമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു അവസരമാണ്. ഭാഗ്യങ്ങളും അതുപോലെ തന്നെയാണ്. തൊഴിലിൽ അധ്വാനം കൂടുന്ന ഒരു കാലമാണ്. ചില രോഗങ്ങൾ ശല്യം ചെയ്യാം എങ്കിലും അതൊന്നും വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് കാണുന്നത്. 75 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ ശല്യം ചെയ്യാം, എന്നാലും ധനത്തിന് ക്ലേശം വരുന്നില്ല. പഴയകാല സ്നേഹിതന്മാരെ കാണാനും അവരോടൊത്ത് സമയം ചെലവഴിക്കാനും യോഗം കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ഒരു കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആദിത്യ ഗുരു ഗുളിക യോഗം നടക്കുന്നതിനാൽ, അതായത് സൂര്യഭഗവാന്റെയും ഗുരുവിന്റെയും ഗുളികൻ എന്ന മാന്യയുടെയും യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലൂടെ വിജയം നേടുവാനായിട്ട് സാധിക്കുന്നതാണ്. ചിലർക്ക് വൻ വിജയം നേടാൻ സാധിക്കും. ആദ്യമൊക്കെ നല്ല തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഗുരുവിന്റെ സാന്നിധ്യം ദോഷങ്ങളെ ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ധനവും പ്രശസ്തിയും ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും ലഭിക്കുന്ന ഒരു യോഗവും കൂടിയാണ്. എന്നാൽ മറ്റു ചിലർക്ക് അപൂർവം ചിലർക്ക് ഗുളികന്റെ സ്വാധീനം മൂലം ഈ സമയങ്ങളിൽ അഹങ്കാരം വരുന്നതിനും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അതുമൂലം നഷ്ടങ്ങൾ വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ശുക്രകേതു യോഗം വരുന്നതിനാൽ സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയതയിലും തത്വചിന്തയിലും താല്പര്യം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നേക്കാം. വിശേഷിച്ചും പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലൊക്കെ വിള്ളലുകൾ വരാനും ചിലരെ പങ്കാളിയുമായി പിരിഞ്ഞ് മാറി താമസിക്കാനും ചിലർ എന്നേക്കുമായി വിവാഹമോചനം നേടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ പ്രേമ ബന്ധങ്ങൾ പരാജയപ്പെടാനും രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട്. മാനസികപരമായി ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനും ഈ യോഗം സാധ്യതയുണ്ട്. ആഡംബര ജീവിതം നയിക്കണമെന്ന ഒരു ചിന്തയും ആഡംബരം വേണ്ട, അത് ആത്മീയ ജീവിതവും തത്വചിന്തയും മതി എന്നുള്ളൊരു തീരുമാനം വേറൊരിടത്തും വരുന്നതിനാൽ മനസ്സിനാകെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. മനസ്സിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നു. ധനപരമായി ചാഞ്ചാട്ടം വരുന്നു. ധനം ധാരാളം വന്നു ചേരുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ, അതായത് പാഴ് ചിലവുകൾ വരുന്നതിനാൽ അത് ധാരാളമായിട്ട് നഷ്ടം വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ഈ സമയം ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ സൃഷ്ടിപരമായ കഴിവുകളുള്ളവർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, അതുപോലെ തന്നെ മറ്റുള്ള ഏത് അഭിനയ രംഗത്തായിരുന്നാലും അവർക്കെല്ലാം നല്ല രീതിയിൽ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ ചന്ദ്ര രാഹു യോഗം നടക്കുന്ന ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ ഈ യോഗം മനസ്സിനെയും ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന, ഡിപ്രഷൻ മൂലം അങ്ങനെയൊക്കെ ഉള്ള മനോവിചാരമുള്ളവർക്ക് അത് സംഘർഷം കൂടുതലാകുന്നു. ഏത് കാര്യത്തിനും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നു. ഒരു ആശയക്കുഴപ്പം അവർക്കുണ്ടാകുന്നു.
അതുപോലെ തന്നെ സംശയ സ്വഭാവം വരാം. ചുറ്റുമുള്ള ആളുകളെയും അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും എപ്പോഴും ഒരു സംശയത്തോടുകൂടി വിലയിരുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല. ചിലർക്ക് ഉറക്കക്കുറവ് വരാം, രാത്രി ഉറക്കം കുറയാം. അതുപോലെ തന്നെ വിഷാദ രോഗം വരുന്നതിന് സാധ്യതയുണ്ട്. ദേഷ്യം വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ പൂജപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.